ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വരുമ്പോൾ തന്നെയാണ് ഇന്നും ചെടി നടാനാണ് ഞാൻ വരുന്നത്. ഇപ്പം ചെടിയെന്ന് വെച്ചാൽ ഞാൻ കുറേ പച്ചക്കറി നടാറുണ്ട്, പൂച്ചെടി നടാറുണ്ട്, പിന്നെ ഇലച്ചെടി നടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വരുന്നത് ഇലച്ചെടി നടാനാണ്. എനിക്ക് ഒരു സമയത്ത് ഇലച്ചെടിയോട് താല്പര്യമേയില്ലായിരുന്നു, പൂച്ചെടി മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ഇലച്ചെടീൻ്റെ ഭാഗം ഞാൻ നോക്കൂ, അടിമടിയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാവുക, അത് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇപ്പം എൻ്റെ മൂഡ് മുഴുവനും ഇലച്ചെടിയാണ്. ഇലച്ചെടി എന്ന് പറഞ്ഞാൽ അകത്ത് വെക്കുന്നതുണ്ട്, പുറത്ത് വെക്കുന്നതുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നടാൻ പോകുന്നത് അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റാണ് കേട്ടോ. ഇൻഡോർ പ്ലാന്റ് അഗ്ലോണിയം ഉണ്ട്, ഫിലോഡെൻഡ്രൻ ഉണ്ട്, മണി പ്ലാന്റ് ഉണ്ട്, അങ്ങനെ കുറേ ചെടികളുണ്ടല്ലോ, കുറേ പേരുള്ള ചെടികൾ ഒക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ നടന്നത് സർപ്പപ്പോളൻ്റെ ഗുണങ്ങൾ കേട്ട് നോക്കുമ്പോൾ എനിക്ക് നിൽക്കാനാവുന്നില്ല. ഞാനത് നട്ടേ പറ്റുമോ, ഞാൻ അടുക്കളയിൽ എവിടെയാണെങ്കിലും അത് കൊണ്ടുപോയി വെക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുണ്ട്, മുറ്റത്തുണ്ട്, അങ്ങനെ മണ്ണൊക്കെ ആയി നിറഞ്ഞെടുക്കുക. അപ്പോൾ ഞാനതൊക്കെ കുട്ടപ്പനാക്കി എടുത്തിട്ട് ഞാൻ സർപ്പപ്പോള നല്ലൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ച് ഞാൻ അകത്ത് വെക്കാൻ പോവുക. നിങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് വെച്ചോളൂ കേട്ടോ, അത് അത്രയും ഗുണമുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞു തരാം, ഞാനത് ഒരു പൗറാക്കി വെക്കുന്നതെല്ലാം കാണിച്ചു തരാം. നവീന് ഞാൻ നടാൻ ഉദ്ദേശിച്ചത് ഇതാ ഈ പാത്രത്തിലാണ്. ഇതന്നെ ഒരു പഴയ പോട്ടാണിത്. ഇത് ഞാൻ ഉള്ളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, ഉള്ളിൽ നിറച്ച് ചളിയാ മണ്ണൊക്കെയാ. എന്തായാലും ഞാൻ മണ്ണ് നിറക്കാൻ പോവുകയല്ലേ. ഇതാ പുറം നല്ലോണം അങ്ങ് വൃത്തിയാക്കി തേച്ച് കഴുകി, എന്നിട്ട് ഈ വെള്ളപാത്രത്തിന് ഓട്ടയൊന്നും പാടില്ലല്ലോ, അകത്ത് വെക്കുന്നതല്ലേ. അപ്പം ഞാനിത് ഇങ്ങനെ അങ്ങ് വെക്കാം. എന്താ അടിപൊളിയാകല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ വെള്ള പാത്രത്തിൽ ഇങ്ങനെ അകത്ത് ഇങ്ങനെ വെക്കുന്നത്. എൻ്റെ ഇത് പഴയ വീടായത് കൊണ്ട് ഇത് വെക്കാൻ സൗകര്യമൊന്നുമില്ല, ഒക്കെ തട്ടിമുട്ടി നടക്കുമ്പോൾ ബുദ്ധിമുട്ടാ. എന്നാലും വേണ്ടില്ല, അതിൻ്റെ കൊതിയോട് ഞാൻ നടാൻ പോവുക. ഇതിന് ഞാൻ മണ്ണ് നിറക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സർപ്പപ്പോള. ഇതൊരു മെഡിസിനൽ പ്ലാന്റാ. ഇത് ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഇങ്ങനെയുള്ള ഒരു ഇല നട്ടതായിരുന്നു. അതിന് നിങ്ങൾ ചുറ്റും ഇങ്ങനെ ഉണ്ടായതാ, കണ്ടില്ലേ. ഇതിൻ്റെ അടിയങ്ങൾ നോക്കണ്ട, ആദ്യമൊക്കെ നല്ല പൗറാക്കി അകത്ത് വെക്കും, പോട്ടൊക്കെ മാറ്റി. ഇത് പല കളറിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ധാരാളം ഓക്സിജൻ പിടിച്ചു വെക്കും. ഇതിന് ചെറിയ ഹോൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് ഇലയിൽ ചെറിയ ഹോൾസ് ഉണ്ട്, അത് രാത്രിയിൽ ആ ഹോൾസ് തുറക്കും, പകൽ അടഞ്ഞിട്ടുണ്ടാവുകയാണ്. ഇപ്പോൾ രാത്രിയിൽ ആ ഹോൾസിൽ നിന്ന് ധാരാളം ഓക്സിജൻ പുറത്തേക്ക് വിടും. ഇതൊരു ഓക്സിജൻ സിലിണ്ടർ എന്നാണ് പറയപ്പെടുന്നത്. അത്രക്കും ഗുണങ്ങൾ ഇതകത്ത് വെച്ചാലുണ്ട്. നമുക്ക് ഈ ശ്വാസം മുട്ടലുള്ള ആൾക്കാർക്കൊക്കെ കുറേ ഗുണമാണ് ഇത് വെച്ചാൽ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഓരോ റൂമിലൊക്കെ ഇങ്ങനെ 2-3 എണ്ണമൊക്കെ ഇലകൾ ഇങ്ങനെ പോട്ടിലാക്കി അകത്ത് വെച്ചാൽ ശ്വാസം മുട്ടലുള്ളവർക്ക്, അലർജി ഉള്ളവർക്കൊക്കെ നല്ല ഗുണമാണ്. കാരണം വായു ശുദ്ധീകരിക്കും, നല്ല ഓക്സിജൻ കിട്ടും. പിന്നെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ തണ്ട് അരച്ച് തേച്ചാൽ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ വീക്കുണ്ടായാൽ ആ വീക്കത്തിൻ്റെ മേലെ ഇതിൻ്റെ നീര് തേച്ചാൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഏതായാലും ഇത് മറ്റ് ചെടികളെ പോലെയല്ല, ഇതിന് ചെറിയ ഹോൾസ് ഉണ്ടായിട്ട് രാത്രി കാലങ്ങളിൽ ഓക്സിജൻ അത് ഹോൾസിലൂടെ പുറത്തേക്ക് വിടുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഇതപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ വെക്കാൻ നോക്കുക കേട്ടോ. ഞാനിനി ചെടി നടാൻ പോവുക കേട്ടോ. ഈ പോട്ടിൽ മറ്റ് ചെടികൾ നടുമ്പോൾ തന്നെ നമുക്ക് ഇത് നട്ടാൽ ഇത് വളരണമല്ലോ, നല്ല പോഷകങ്ങൾ ഇതിന് കിട്ടുക തന്നെ വേണം. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തോട്ടം വൃത്തിയാക്കിയതിൻ്റെ പുല്ല് ഞാൻ ചാക്കിൽ കുത്തി നിറച്ച് വെച്ചതാ. ഈ പുല്ല് ഇടുന്നത് എത്രയോ നല്ലതാണ്. കാരണം എന്താ അറിയോ, പുല്ല് വളരാൻ മണ്ണിലുള്ള പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കല്ലോ. അപ്പോൾ ആ പുല്ലിനെ നമ്മൾ മണ്ണിൽ തന്നെ ഇട്ട് ചെടി നടുമ്പോൾ ആ മണ്ണിലേക്ക് ആ പോഷകങ്ങളൊക്കെ ചേരും. അങ്ങനെ നമ്മൾ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായി മാറും അത്. പിന്നെ ഇങ്ങനെ കൂടുതൽ പുല്ലിട്ട് നിറച്ചുണ്ടാക്കിയാൽ കുറച്ച് മണ്ണേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പം മണ്ണിന് ഇതിനൊരു ഇളക്കം കിട്ടും, മണ്ണ് ഉറച്ചു പോരാ, പാറ പോലെ ഉറക്കില്ല. കാരണം ഇതാണല്ലോ അടിയിൽ.
ഞാൻ ഏത് ചെടി നടുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പുല്ലുകളൊക്കെ നറുക്കുന്നു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടണം. ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഈ അടിയിലിട്ട പുല്ലൊക്കെ വളമാക്കി ഇങ്ങോട്ട് മാറ്റും. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കാണൂല, അതെല്ലാം വളമായി മണ്ണായി മാറിയിട്ടുണ്ടാവും. കല്ലൊക്കെ എടുത്ത് മാറ്റുക, കല്ലൊന്നും വേണ്ട. പിന്നെ നമ്മൾ കുത്തി നിറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഇരിക്കും. ഇപ്പം തന്നെ കാമിരുന്നുണ്ട്. നല്ലോണം അമർത്തിയിട്ട് കുറച്ച് മണ്ണ് ഇട്ടിട്ട് അങ്ങ് ചെടി നട്ടാലേ, പച്ചക്കറിയൊക്കെ നടുമ്പോൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ചെടി നടാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം ഈ സർപ്പപ്പോളനെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇല വെക്കുകയാണെങ്കിൽ ചുറ്റും നിറയെ ഇലകൾ വരണമല്ലോ. നല്ല പോഷകമുള്ള മണ്ണാണെങ്കിൽ, ഫലഭൂഷ്ടിയുള്ള മണ്ണാണെങ്കിൽ വേഗം വളരും. ഇപ്പം ഞാൻ നിറച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ചെടി നടട്ടെ കേട്ടോ. ചെടി നടണമെങ്കിൽ ആദ്യം ആ പോട്ടിൽ നിന്ന് മാറ്റണം. ആ പോട്ടിൽ നിന്ന് മാറ്റട്ടെ. അങ്ങനെ ആ പോട്ടിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഊരിയെടുത്ത് കമഴ്ത്തി പിടിച്ചതാ. രണ്ട് പോട്ടിലേക്കുള്ളുണ്ട്. ഞാനിത് ഇതൊന്ന് കുറച്ചും കൂടെ ഉണ്ട്, ഞാൻ വേറെ പോട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഊരിയെടുത്തതാ. ഇത് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇത് നല്ലൊരു ഉറപ്പുണ്ട് ഈ ഇലക്ക്. കണ്ടാൽ വെച്ചത് കുഴഞ്ഞ രീതി, അതാ കുഴഞ്ഞതല്ല കേട്ടോ, നല്ല ഉറപ്പിലതുള്ളത്. ഇപ്പം ഞാൻ വേറെ ഒരു പോട്ടിലും കൂടെ നിറക്കട്ടെ. ആ പോട്ടിൽ നിന്ന് ഞാൻ എടുത്ത് ഈ ചെടി നന്നായിട്ടൊന്ന് കഴുകി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അകത്ത് വെക്കുന്ന ചെടിയല്ലേ. ഒരൊറ്റ ഇങ്ങനെയുള്ള ഒരു ഇലയാണ് ഞാൻ നട്ടിരുന്നത്, അതിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ കഴുകിക്കഴിഞ്ഞ് അകത്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് വെയിൽ ഒളിക്കണം. എന്നിട്ട് വീണ്ടും അകത്തുണ്ടെക്കാൻ നനയ്ക്കും വേണം. അപ്പം ഞാൻ അടിയിലുള്ള പോട്ടി മിക്സുകൾ കണ്ടില്ലേ, ഇനി മേലെ കുറച്ച് മണ്ണിടട്ടെ, എന്നാലേ ഇത് നിൽക്കൂ. മണ്ണിട്ടില്ലെങ്കിൽ ഇത് നിൽക്കൂല, മറിഞ്ഞു വിടുക. ഇത് ഇലയൊക്കെ ഞാൻ നല്ലോണം കഴുകിയതാ, മണ്ണൊക്കെ പോക്കിയത് കൊണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മണ്ണ് അടി നിറയെ ഞാൻ പുല്ല് നിറച്ചാണ്, നല്ല പോഷകം അതിന് കിട്ടുന്നു. റെഡിയായി. അങ്ങനെ ഞാൻ 2 ചട്ടിയിൽ, ഇതൊരു ചട്ടി, മറ്റേ ചട്ടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ സർപ്പപ്പോള ഒരു പാത്രത്തിൽ മൂലയിൽ ചളി പിടിച്ച് കിടക്കില്ലായിരുന്നോ, അതങ്ങ് എടുത്ത് മാറ്റി 2 പോട്ട് കഴുകി വൃത്തിയാക്കി സർപ്പപ്പോള ഒന്ന് പിരിച്ചെടുത്ത് അതും കഴുകി. ചെടിയെ ഞാൻ കഴുകി വൃത്തിയാക്കി, നമ്മൾ അകത്ത് വെക്കുന്നതല്ലേ. നല്ല അടിപൊളിയാക്കിയതാ, കണ്ടില്ലേ, നല്ല അടിപൊളി 2 പോട്ടിലേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് അകത്ത് വെക്കുന്നല്ലേ, ഞാൻ അലങ്കാര കല്ലില്ലേ, ആ കല്ല് നിറച്ചിടാൻ പോവുക. പിന്നെ ഒന്നും കൂടി ഭംഗി കൂടും, അലങ്കാരം കൂടും. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിപ്പോയി ഇത് കണ്ടപ്പോൾ. അത്രയും വ്യത്യാസം വന്നു. ആദ്യം ചളി പിടിച്ച് കിടക്കിയിരുന്നു. ഞാൻ കല്ലിടട്ടെ. ഇതാണ് ആ അലങ്കാര കല്ല്, കണ്ടില്ലേ. ഇതിൻ്റെ കുറേ മുമ്പുണ്ട്, അതൊക്കെ മൂലയില് ഒന്നും എടുക്കാട്ടെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇൻഡോർ ചെടിയോട് താല്പര്യം കുറവാണ് എന്നുള്ളത്, ഇപ്പം അങ്ങ് കൂടി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് അങ്ങ് ഇടട്ടെ. ഇതിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും, ഇതിൻ്റെ മൊഞ്ചൊന്ന് കൂടും. നല്ല അടിപൊളിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. 2 പാത്രത്തിലേക്ക് ഇടും. ഇത് കണ്ടില്ലേ, ഞാൻ ഇടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരിക. കണ്ടോ ഇതിൻ്റെ ഉള്ളിൻ്റെ കോലം. ഇനി ഞാൻ മാറ്റിതാ, ഇതാ കുറേ മാറി വന്നു. ഞാൻ ഇട്ടപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തിരിഞ്ഞത്. ഇനി അതിലേക്ക് 2ലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാ അങ്ങനെ ഞാൻ 2 പോട്ട് കഴുകി ആ ചളി പിടിച്ച പോട്ടിൽ നിന്ന് 2 ഇലകളൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി, എല്ലാ വളമൊക്കെ ഇട്ട്, വളം എന്ന് പറഞ്ഞാൽ പുല്ല ഒക്കെ ഇട്ട് മണ്ണിട്ട് ഇതാ ഇപ്പം പൗറാക്കി. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറല്ലേ? ഇതാ അടിപൊളിയായില്ലേ. ഇനി നമുക്ക് ആ വെള്ള പാത്രത്തിനും കൂടി വെച്ച് നോക്കണം, അപ്പം അതിനേക്കാണ് ഒന്നും കൂടി ഭംഗിയുണ്ടാവും. ഞാനിതൊന്ന് ഒതുക്കി കെട്ടട്ടെ എന്ന് വിചാരിച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കുകയല്ലേ, ഒന്ന് കെട്ടി വെള്ള പാത്രത്തിലൊക്കെ ആക്കട്ടെ. ഇതാ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങോട്ട്, കണ്ടില്ലേ വ്യത്യാസം? ഇതൊക്കെ എൻ്റെ പൂച്ചെടികളാ, പൂച്ചെടികൾ അത് മുറ്റത്ത് വെക്കുന്നത്. ഇതാ ഇതെൻ്റെ മെലസ്റ്റോമേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അത്രക്കും പൂക്കൾ അതിമുണ്ടാകും. അപ്പം ഞാൻ തണ്ട് പൊട്ടിച്ച് നട്ടുണ്ടാക്കിയതാ, അത് പുതിയ ചെടി ഉണ്ടാക്കിയതാ. നിറയതാ പൂത്തിട്ടുണ്ട് കേട്ടോ, നല്ല മൊട്ടുവാ, ഇഷ്ടംപോലെ മൊട്ടു. മെലസ്റ്റോമങ്ങൾ കടയിലൊന്ന് പോയി ചോദിച്ചു നോക്കണ്ട് ഇതിൻ്റെ വില അറിയണമെങ്കിൽ.
ഇതാ ഞാൻ വെള്ളപ്പോട്ടിലേക്ക് മാറ്റിട്ടോ. എന്റെ സർപ്പപ്പോള ആദ്യം എങ്ങനെ നിന്ന സർപ്പപ്പോളായിരുന്നു ഇത്, ഇപ്പൊ എന്താ രാജാവായിട്ടല്ലേ. ഇതാ 2 പാത്രത്തിലേക്ക് ഞാൻ അത് മാറ്റി. ഒരു കെട്ട് കൊടുത്തതാ, കാരണം ഇങ്ങനെ അങ്ങോട്ട് ചെരിയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ആളായി വന്നാൽ കുറച്ചൊക്കെ വേരല്ലോ ഉറച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. അപ്പൊ എങ്ങനെയുണ്ട്, ഉഷാറല്ലേ? അപ്പൊ ഇങ്ങനെ ഏത് ചെടിനെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കട്ടോ. ഈ കല്ലൊക്കെ അല്ല ഭംഗിയുള്ള കല്ല, അകത്ത് വെക്കുന്നതെല്ലാം വിചാരിച്ചിട്ട് ഇതെല്ലാം റെഡിയാക്കുന്നത്. ഇനി ഞാൻ അകത്ത് കൊണ്ടുപോയി വെക്കട്ടെ. അകത്ത് വെക്കാൻ പോകട്ടോ. ഇൻഡോർ എവിടെ വെക്കുന്നത് നോക്കട്ടെ. ഇതാ ഞാനിപ്പോ ഇവിടെ വെക്കാൻ വിചാരിച്ചു. ഈ സോഫന്റെ സൈഡില് ഇവിടെ അങ്ങനെ വെക്കാന്ന് വിചാരിച്ചു. എല്ലാരും പോലെ ഞങ്ങക്ക് സ്ഥലം കുറവാ. ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അഭിപ്രായം പറയണേ. ഇതൊന്ന് ഇവിടെ, നീ രണ്ടാമത്തെ ഞാൻ എടുത്തുണ്ടേരട്ടെ. ഇനി രണ്ടാമത്തത് 2 അന്നത്തെ പണി. രണ്ടാമത്തെ ഞാൻ ഇവിടെയാ വെക്കുന്നത്. ഇവിടെ അല്ലേ നല്ലെന്നുള്ള അഭിപ്രായം പറയണം കേട്ടോ. ഒന്ന് ഇവിടെയും വെച്ചു, ഒന്ന് അവിടെയും വെച്ചു. കാരണം ഇവിടെ ഇതിൽ കൂടെ കടന്നു പോകുമ്പോ ഇവിടെ എന്തായാലും ഇങ്ങോട്ടേക്ക് ആരും കാല് വെക്കൂരല്ലോ. ഇങ്ങോട്ടേക്കൊന്നും കാല് വെക്കലുണ്ടാവൂരാന്ന് വിചാരിക്കുന്നത്. ഇവിടെ തന്നെ മക്കളൊന്നുമില്ല, ചെറിയ മക്കളില്ല, അതുകൊണ്ടാ. അപ്പൊ പിന്നെ ഇവിടെ അങ്ങ് വെച്ചാല്, അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡോർ വെച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ. നമുക്ക് മൊത്തത്തിൽ നല്ല ശുദ്ധവായു ആയിരിക്കും, പിന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ ഇത് ഒരു ഓക്സിജൻ സിലിണ്ടറാന്നാ പറയപ്പെടുന്നത്. കാരണം രാത്രി ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഹോൾസ്, അത് രാത്രി തുറക്കൂ. അപ്പൊ അതിൽ നിന്ന് ധാരാളം ഓക്സിജൻ പുറത്തേക്ക് പുറന്തള്ളൂ. അപ്പൊ നമ്മൾ വീട്ടിലുള്ള കിടക്കുന്നവരൊക്കെ നല്ല ഉറക്കം കിട്ടും, എല്ലാം കൊണ്ടും നല്ലതാ. അപ്പോൾ എൻ്റെ ഇത് കണ്ടല്ലോ നിങ്ങൾ. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ വെക്കാൻ നോക്കുക. ഞാൻ എൻ്റെ വേറെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ അഗ്ലോണിമ വെച്ചതാ. എന്താ വരുന്ന ഉഷാറായി വന്നതാ സ്റ്റെപ്പ്. ഇത് എൻ്റെ ചാനലിലുണ്ട്. ഞാൻ കുപ്പി മുറിച്ചിട്ട് അത് വെച്ചത്, അങ്ങനെ കട്ട് ചെയ്തിട്ട്. അപ്പൊ എല്ലാം കണ്ടില്ലേ, ഞാൻ സർപ്പപ്പോളനെ രാജകുമാരനാക്കി മാറ്റിയത്. അപ്പൊ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.